മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് അഞ്ജു അരവിന്ദ്. നമുക്ക് ചെറുപ്പകാലം മുതൽ തന്നെ അറിയാവുന്ന ഒരു നടി കൂടിയാണ് അഞ്ജു. അഞ്ജുവിനോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെ മലയാളികൾക്കുണ്ട്. ആ കൊഞ്ചിയുള്ള സംസാരവും ആ ചിരിയുമൊക്കെ കാണാൻ എന്നും മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ്. സിനിമയിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത ശേഷം അഞ്ജു അരവിന്ദ് മടങ്ങിയെത്തിയത് സീരിയലിലൂടെയാണ്. സുധാമണി സുബ്രം എന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ സംവിധായകനിൽ നിന്ന് നേരിട്ട മോശം അനുഭവങ്ങളാണ് നടി അഞ്ജു അരവിന്ദ് ഇപ്പോൾ തുറന്നു പറയുന്നത്. നടി, നർത്തകി എന്നീ നിലകളിലെല്ലാം പ്രശസ്തയാണ് അഞ്ജു അരവിന്ദ്. സിബി മലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച അഞ്ജു പിന്നീട് തമിഴ്, തെലുങ്ക്, കന്നഡ സീരിയലുകളിലും സജീവമായി. ഇതിനിടെ സീരിയലുകളിലും താരം സാന്നിധ്യം അറിയിച്ചു. ഒരു സീരിയൽ സെറ്റിൽ തനിക്കുണ്ടായ മോശം അനുഭവമാണ് താരം തുറന്നു പറഞ്ഞത്. അഞ്ജു അരവിന്ദ് പങ്കുവയ്ക്കുന്നത് സുധാമണി സുബ്രം എന്ന സീരിയലിൽ അഭിനയിക്കുമ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനകളെക്കുറിച്ചും മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചുമാണ്. താൻ കൃത്യസമയത്ത് എത്തുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ആ ലൊക്കേഷനിൽ നിരന്തരം താൻ വൈകിയാണ് എത്തുന്നതെന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചതായി താരം പറയുന്നു. സംവിധായകന്റെ ഭാഗത്തു നിന്നുമുണ്ടായ പല പെരുമാറ്റങ്ങളും തന്നെ മാനസികമായി വല്ലാതെ തളർത്തിയെന്നും ആ ട്രോമയിൽ നിന്ന് താൻ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ലെന്നും അഞ്ജു വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു സീരിയലും കമ്മിറ്റ് ചെയ്യാത്തത്. എത്രയോ വരുന്നുണ്ടായിരുന്നു, അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. കഴിഞ്ഞ സീരിയലിൽ നിന്നുള്ള ട്രോമ ഒന്ന് മറക്കുന്നതുവരെ സീരിയലുകൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. 33 വർഷത്തെ എന്റെ അനുഭവത്തിൽ മറക്കാൻ പറ്റാത്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇതാണ്. എന്ത് പറഞ്ഞാലും പറയുക അഞ്ജു ലേറ്റായി എന്നാണ്. എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ 2 മിനിറ്റിനുള്ളിൽ സാരി ഉടുത്തു വരുന്ന ആർട്ടിസ്റ്റാണെന്ന്. എത്ര മണിക്ക് മേക്കപ്പ് ഇട്ടു, ഇത്ര മണിക്ക് റെഡിയായി, കാറിൽ കയറുന്നു എന്നൊക്കെയുള്ള അപ്ഡേറ്റുകൾ അന്നേ വരെ എനിക്ക് പറയേണ്ടി വന്നിരുന്നില്ല. ആ ലൊക്കേഷനിൽ നിന്ന് എന്നെക്കൊണ്ടത് ചെയ്യിപ്പിച്ചു എന്നും അഞ്ജു അരവിന്ദ് പറയുന്നു. അതേസമയം തന്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാകാത്ത ഒരു അനുഭവത്തെക്കുറിച്ചും അഞ്ജു പറയുന്നുണ്ട്. അഞ്ജുവിന്റെ അമ്മയുടെ അനിയത്തിയുടെ മരണത്തെക്കുറിച്ചാണത്. നാട്ടിലെ ഡോക്ടറെ അമിതമായി വിശ്വസിച്ചതിനാൽ തന്റെ ആന്റിക്ക് ശരിയായ ചികിത്സ ലഭിക്കാൻ വൈകിയെന്നും എന്തെങ്കിലും ചെറിയ സംശയം തോന്നിയാൽ തന്നെ വിദഗ്ധ പരിശോധന നടത്തണമെന്നും അഞ്ജു കുറിക്കുന്നു. രാജ ആന്റി അമ്മയുടെ അനിയത്തി മാത്രമല്ല, എനിക്ക് അമ്മയെപ്പോലെ തന്നെയായിരുന്നു. എന്റെ ജീവിതത്തിലെ ഒരു വലിയ റോൾ മോഡൽ. ആന്റി സാരി ഉടുത്ത് നടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇന്നത്തെ പോലെയല്ല. അന്നത്തെ കാലത്ത് ഹീൽ ചെരുപ്പ് ധരിച്ച് ആത്മവിശ്വാസത്തോടെ നടന്നിരുന്ന ഒരാളായിരുന്നു ആന്റി. ഞാൻ ആദ്യമായി അത് കണ്ടതും ആന്റിയിലൂടെയായിരുന്നു. എന്റെ നൃത്ത പഠന കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെയായിരുന്നു. ആദ്യമായി കുച്ചിപ്പുടി പഠിച്ചപ്പോൾ ഡ്രസ്സ് തുന്നാൻ പോലും വഴിയില്ലാതിരുന്ന സമയത്ത് ആന്റി തന്റെ സാരി തന്നു. ആ സാരി സ്റ്റിച്ച് ചെയ്താണ് എന്റെ ആദ്യ നൃത്തവേഷം ഒരുക്കിയത്. ആ വേഷം ധരിച്ച് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് ഞാൻ സ്റ്റേറ്റ് ലെവൽ വരെ എത്തി. ഇന്ന് ഞാൻ സ്വയം പര്യാപ്തയായി. സ്വന്തം കാലിൽ നിന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ 3/4 ഭാഗം ക്രെഡിറ്റും രാജാന്റിക്കാണ്. ജീവിതത്തിലെ ഏറ്റവും വിഷമഘട്ടത്തിലൂടെ കടന്നുപോയ സമയത്ത് മാതൃഭൂമിയിൽ വന്ന ഒരു പരസ്യം ആന്റി എനിക്ക് കാണിച്ചു തന്നു. ആ കോളേജിലേക്ക് അപേക്ഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അതിലൂടെയാണ് ഞാൻ ഭരതനാട്യത്തിൽ BA എടുത്തത്. പിന്നീട് RLVയിൽ നിന്നും MAയും പൂർത്തിയാക്കി. എന്റെ സിനിമാ ജീവിതത്തിലേക്കുള്ള യാത്രയ്ക്കും നിമിത്തമായത് രാജാന്റി തന്നെയാണ്. പക്ഷേ നാട്ടിലെ ഡോക്ടറെ അമിതമായി വിശ്വസിച്ചതാണ് നമുക്ക് പറ്റിയ വലിയ തെറ്റ്. ആന്റി വയറുവേദനയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അത് ഗ്യാസ് ട്രബിൾ ആണെന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്ത് തിരിച്ചയക്കുമായിരുന്നു. ഏറെ വൈകിയാണ് അത് 4ാം ഘട്ട ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞത്. തുടക്കത്തിൽ തന്നെ ഒരു സ്കാനിംഗ് നിർദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ രാജാന്റി ഇന്നും നമുക്കൊപ്പം ഉണ്ടായേനെ. ഒരു രോഗിയോട് ഒരു ഡോക്ടറും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനത് കാര്യമായിട്ട് എടുക്കാറില്ല. കുറച്ചധികം തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ബാംഗ്ലൂരില് ഡാൻസ് സ്കൂൾ തുടങ്ങിയതിന് ശേഷമാണ് കൂടുതലായിട്ടും വീഡിയോസ് ഒക്കെ ഞാൻ ഇടുന്നത്. അതിലൂടെയാണ് കൂടുതൽ എൻക്വയറീസ് വരുന്നതും. അല്ലാതെ ഞാൻ ഇന്നേവരെ ഒരു പരസ്യമായിട്ട് ഇതിലിട്ടിട്ടേ ഇല്ല. ഇങ്ങനെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ടിങ് അങ്ങനെ ഇങ്ങനെ ഒന്നും. ഞാൻ ഇയേഴ്സ് ബാക്ക് ഒരു 6 കുട്ടികളെ വെച്ച് തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു. ഇത്രയും 7 സെന്റേഴ്സ് ബാംഗ്ലൂരിൽ ആയി വന്നു എന്നുള്ളത് ഒരു ഡ്രീം ആയിരുന്നോ ചേച്ചിയുടെ? എനിക്ക് ഇങ്ങനെ എന്താ പറയാ, ഞാൻ വിശ്വസിച്ചിരുന്നില്ല. മുമ്പ് എന്തോ എന്റെ ജാതകം നോക്കുന്ന സമയത്തോ മറ്റോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരവധി കുട്ടികളെ ശിഷ്യഗണങ്ങൾ ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞു ശിഷ്യഗണങ്ങളോ, ഞാൻ അതിന്റെ സിനിമയിലല്ലേ അഭിനയിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പൊ ഞാൻ കുറെ കാലം മുമ്പേ പറഞ്ഞ ആ വാക്കുകളാണ് ഇപ്പൊ എന്റെ മനസ്സിൽ. ഓക്കെ, എന്റെ എന്താ പറയാ, ഒരു നമ്മളുടെ ഒരു മിഡിൽ ഏജ് ഒക്കെ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ കൂടി ഞാൻ വരും എന്നുള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ, സിനിമ എന്ന മേഖല ചെയ്യാണ്ട് കുറെ നാളായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തോളമായി ഒരു സിനിമ പോലും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാ. 3 വർഷമായി. അപ്പം വരുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഇത്രയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചപ്പോ ചുമ്മാ പോയി 2 സീനിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് നമുക്ക് അതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെ പല ചെറിയ സിനിമകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ തന്നെയും എന്താ പറയാ, ഒരു സിനിമയിൽ എവിടെയെങ്കിലും നമ്മളെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് പോകുമ്പോ ഓർക്കണം ആ ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്തിട്ടുണ്ട്, അവരതിൽ ചെയ്തിട്ടുണ്ടെന്നൊന്നും പറയാനെങ്കിലും. ഇത് അതുപോലും ഇല്ലാണ്ട് നമ്മൾ വാരി വലിച്ച് ചെയ്തിട്ട് കാര്യമില്ല. സിനിമയുടെ എണ്ണം കൂട്ടാന്നല്ലാതെ. ഞാൻ 12 സിനിമയെ തമിഴിൽ ചെയ്തിട്ടുള്ളൂ. 12 സിനിമ ചെയ്തതില് 10 എണ്ണം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നു. അത് തന്നെ സമയത്ത്. അപ്പൊ ആ ഒരു പേടി കൊണ്ടാണ് ഇപ്പൊ തമിഴ് പോലും ചെയ്യാണ്ടിരിക്കുന്നത്. ആ ഒരു ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഡാൻസ് എനിക്ക് തോന്നുന്നു ചേച്ചി പണ്ട് മുതലേ ഡാൻസ് കളിക്കുമായിരുന്നു അല്ലെ? നമ്മളിപ്പോ ദോസ്തിന്റെ ഒക്കെ സമയത്ത്. ഞാൻ പണ്ട് മുതലേ സ്കൂളില് കലാതിലകം, കണ്ണൂർ ജില്ലാ കലാതിലകം ഒക്കെ ആയി വന്ന ഒരു ആളാണ്. പക്ഷെ ആ സമയത്തൊക്കെ ഡാൻസിനെ കുറിച്ച് മത്സരത്തിന് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ ഞാൻ അതിനുശേഷം ലാസ്യ കോളേജിൽ നിന്ന് BA ചെയ്തു ഭരതനാട്യത്തില്. അത് കഴിഞ്ഞ് എറണാകുളത്ത് RLV കോളേജിൽ നിന്ന് MG യൂണിവേഴ്സിറ്റിയില് പിന്നെ MA ചെയ്തു. അങ്ങനെ പിന്നെ ഒരു ബാംഗ്ലൂർ രേവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുച്ചിപ്പുടിയിൽ അത് ഡിപ്ലോമ ചെയ്തു. അങ്ങനെ എന്താ പറയാ, വളരെ സീരിയസ് ആയിട്ട് ഡാൻസിനെ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് പിന്നെയാണ് ഞാൻ ക്ലാസ്സസ് ഒക്കെ എടുത്തത്. അല്ലാണ്ട് നമ്മൾ ഈ സ്കൂൾ പഠനം വെച്ച് മാത്രം ആയിട്ടൊരു ടീച്ചർ ആവുക എന്നുള്ളത് വളരെ വളരെ ഇതായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ വേണം, അറിയണം. അല്ലാതെ ചുമ്മാ വെറുതെ തട്ടിയിരുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ സീരിയസ് ആയിട്ട് എടുത്ത് പഠിച്ച് ഇപ്പൊ വളരെ കോൺഫിഡന്റ് ആണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളത്. അതെ, ഇഷ്ടമാണ്. എന്റെ കുട്ടികളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും ഇപ്പൊ ഈ ഇൻഡസ്ട്രിയുടെ അകത്തുള്ള ഈ പൊളിറ്റിക്സ് ഒക്കെ ശരിക്കും ഈ പറയുന്ന പോലെ പൊളിറ്റിക്സ് നല്ലപോലെ ഉണ്ട് ഇൻഡസ്ട്രിയിൽ. അത് നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിന് ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പണ്ടേ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് അഞ്ജു അഭിനയം നിർത്തി എന്നുള്ളത്. ഞാൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുമ്പോഴും ഇത് തന്നെ കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് ഒന്നും അതിന് കാരണം തന്നെ ഞാൻ പറയാം. ഞാന് വിജയകാന്ത് സാറിന്റെ കൂടെ അഭിനയിച്ച സിനിമ വാനത്തെ പോലെ, അത് ഡയറക്ട് ചെയ്തത് ഷാജി കലാസ് ആണ്. അപ്പോ ആ സിനിമയ്ക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ സിസ്റ്റർ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ആ ക്യാരക്ടർ ആര് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് വിജയകാന്ത് സാറിന്റെ കൂടെ ചെയ്ത വേറൊരു സിനിമ ഉണ്ടായിരുന്നു വാനത്തെ പോലെ. അതിലെ ഷീൽഡ് 112 120 ദിവസത്തെ ഓടിയ സിനിമയുടെ ഷീൽഡ് കണ്ടിട്ടാണ്, ആ ഷീൽഡിന്റെ മുകളിൽ ഫോട്ടോസ് ഉണ്ട് 3 നായികമാര്. അപ്പൊ അതിലൊരാള് ഞാനായിരുന്നു. അപ്പൊ എന്റെ ഫോട്ടോ കണ്ടിട്ടാണ് വിളിച്ചത്. കൂപ്പിടിയാ അന്ത പൊണ്ണെ അപ്പടി അങ്ങനെയാ പറയാ സാറ്, അങ്ങനെയേ അവരോട് പറയുള്ളൂ. വിളിച്ചപ്പോ ഇല്ല കല്യാണം കഴിഞ്ഞ് സെറ്റിലായി എന്ന് പറഞ്ഞ് വിളിക്കണ്ടെന്ന് മലയാളീസ് തന്നെ പറഞ്ഞു. അപ്പൊ ഇല്ല ഞാൻ കൂപ്പിടുറൻ സൊല്ലു എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോ ഞാൻ അഭിനയിക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നതിന് ശേഷം ഈ 2-3 സീൻ ഉള്ളത് ത്രൂ ഔട്ട് ക്ലൈമാക്സ് ലീഡ് വരെ എത്തി എന്റെ കഥാപാത്രം. പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചേച്ചിക്ക് ജിന്റെ പെയറായിട്ട് അതിനകത്ത്. അപ്പം ഈ കല്യാണം കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിടക്കാണ് അല്ലെ? അപ്പൊ ചേച്ചി മാത്രമല്ല ഒത്തിരി എല്ലാവരെ കുറിച്ചും അങ്ങനെയുള്ള കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ നിങ്ങൾക്ക് ആക്ടിങ് അത് ശരിക്കും ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോയാൽ അഭിനയിക്കാൻ സമ്മതിക്കാത്ത ഭർത്താക്കന്മാരും ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ അതിനുശേഷം അഭിനയിച്ചിട്ടുണ്ട്, സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. 3 വർഷം മുമ്പേ എന്റെ ഞാൻ ലാസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ ഭൂമിയിലെ മനോഹര സ്വകാര്യത്തില് ഇന്ദ്രൻ സേട്ടന്റെ വൈഫായിട്ടാണ്. ആ സിനിമ എല്ലാവർക്കും അറിയുന്ന സിനിമയാണ്. അതിൽ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ദ്രൻ സേട്ടൻ എന്ന് പറയുന്നത്
എപ്പോഴും പറയും ഇന്ദ്രൻ ചേട്ടൻ. ഇപ്പോഴും ഞാൻ ഇത് എന്താ പറയാ വൈറലായിട്ട് പോയിക്കൊണ്ടിരുന്ന പാട്ടില്ലേ മോണിക്ക എന്നിട്ടുള്ള, അതേപോലെ തന്നെ പിന്നെ റാസ്പുട്ടിന്റെ പാട്ട് ഒക്കെ വന്നപ്പോഴും ഇന്ദ്രൻ ചേട്ടനും ഞാനും കൂടെയുള്ള ഡാൻസ് ആണ് വൈറലായിട്ട്. ഏതാണോ ട്രെൻഡിങ് പാട്ട് അതിനോടൊപ്പം ഈ ഡാൻസ് പോസ്റ്റ് ചെയ്യും. പക്ഷെ ആർക്കും അറിയില്ല അത് ഞാനാണെന്നുള്ളത്. ഇന്ദ്രൻ ചേട്ടൻ എപ്പോഴും കണ്ടാ പറയും നമ്മളെ പാട്ടാണ്, നമ്മളെ ഡാൻസ് വൈറലായിരുന്നു. ഇന്ദ്രൻ ചേട്ടൻ ശരിക്കും ഒരു ഭയങ്കര ഒരു കൈൻഡ് ഹാർട്ടഡ്, ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആണ്. ഓ എന്നും പറയും എന്റെ നായിക. അങ്ങനത്തെ കുറെ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ ചേച്ചിക്ക് അല്ലെ, ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലെങ്കിൽ അതുപോലത്തെ നല്ല നല്ല ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ ചേച്ചിക്ക് കുറെ നമുക്കും സ്ക്രീനിൽ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ ശിവാജി ഗണേശൻ സാറ് അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ സ്ക്രീൻ സ്പേസ് കിട്ടാന്ന് പറയുന്നത് ദൈവമേ ഇനി ആർക്കും കിട്ടൂലല്ലോ. അതെ, അത്